നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, അങ്ങനെ വീണ്ടും രേണു സുധി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബിഗ് ബോസിലേക്ക് കയറി ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള നെഗറ്റീവ് കൊണ്ടൊക്കെയല്ലേ അങ്ങോട്ട് കയറി ചെന്നത്, അപ്പം മിക്കവാറും മുച്ചൂട് മുടിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. നല്ല രീതിയിൽ പോസിറ്റീവ് ഒരു ഇമേജുമായിട്ടാണ് രേണു തിരിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ പണ്ട് നെഗറ്റീവ് പറഞ്ഞ് രേണുവിനെ മലയാളികൾ ഒരുപാട് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തല്ലോ, അത്രയും സെലിബ്രേഷനൊന്നും രേണു ചേച്ചിക്ക് ഇപ്പം കിട്ടുന്നില്ല. അതായത് ഡെയിലി മലയാളി ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ രേണുവിനെ തെറി പറഞ്ഞുകൊണ്ടായിരുന്നിരുന്നത്. സോ അത് രേണുവിന് ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയത്താണ് രേണു ബിഗ് ബോസിലോട്ട് പോയത്. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നല്ല പോസിറ്റീവ്, നല്ലൊരു കുട്ടിയാണ്, ഹായ് പാവം കുട്ടി എന്നൊക്കെ കുറേ ആളുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് വിട്, അവർ പോട്ടെ, അവർ ഇതേ അതിനകത്തുനിന്ന് കയറി നെഗറ്റീവായിട്ട് കയറി തിരിച്ച് പോസിറ്റീവായിട്ട് ഇറങ്ങി, ഇനി ആ പാട്ടിനങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടതാ. പക്ഷെ ചേച്ചിയുടെ തലയിൽ മറ്റേ ആ നെഗറ്റീവ് കൊണ്ടുണ്ടായ, ഞാൻ പറഞ്ഞല്ലോ ഡെയിലി മലയാളികൾ ആഘോഷിക്കുന്നു ചേച്ചിയെ, ആ ഒരു സാധനം ഇപ്പം ചേച്ചിക്ക് ഇല്ല. അതായത് രേണുവിൻ്റെ ഇനാഗുറേഷനും ഇടയ്ക്ക് ഓരോ ചെറിയ മറ്റേ സിനിമയിലെ അഭിനയമൊക്കെ ആയിട്ട് രേണു അങ്ങ് പോവുക, ഇനാഗുറേഷനും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ വലുതായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല രേണുവിനെ. അപ്പം അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഇപ്പം ഈ ഓൺലൈൻ മീഡിയക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബൈറ്റ് കൊടുത്താലും പണ്ട് ആ ബൈറ്റുകൾക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന റീച്ചൊന്നും ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ടാണോ ചേച്ചി ഒന്ന് കളം മാറ്റി ചവിട്ടിയത് എന്ന് എനിക്കറിയത്തില്ല. വീണ്ടും നെഗറ്റീവ് പിടിച്ചിറങ്ങാനുള്ളൊരു മൂഡിലാണ് രേണു സുധി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി. ഇത് മനസ്സിലാക്കാതെ രേണുവിനെ പൊക്കിപ്പെടുത്ത് സപ്പോർട്ടും ചെയ്ത് ഇപ്പോഴും കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവാണ്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ കാര്യം മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ട് ഒന്ന് എന്താണ് പുകഴ്ത്തുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഒരു വീഡിയോ, ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോണേ. എടി മറ്റവളെ, ഷെഫീന ബീവി, എടി മറ്റവളെ, നിനക്ക് എന്നെ മറ്റവളെ എന്ന് വിളിക്കാമെങ്കിൽ എനിക്ക് നിന്നെ മറ്റവളെ എന്ന് വിളിക്കാം. പിന്നെ സൗകര്യമില്ലടി KHDC ഫിറോസ് തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നീ ഒന്ന് ഇറക്കി കാണിക്കടി, നീ പെണ്ണാണെങ്കിൽ എന്നെ ഇറക്കി കാണിക്കടി. നീ കുറെ നേരമായല്ലോ നീ എനിക്കിട്ടിട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നീ ആരാന്നടി നിന്റെ വിചാരം? എടി സൗകര്യമില്ലടി അവിടുന്ന് ഇറങ്ങിത്തരാൻ, നീ കൊണ്ട് കേസ് കൊടുത്ത് തന്നെ ഇറക്കടി. ഒരു തരത്തിൽ ആ സ്ത്രീ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അവൻ നിങ്ങളെ വല്ല എടുത്തിട്ടാണോ ജീവിക്കുന്നത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്ത് കാര്യം പറഞ്ഞാൽ രേണുവിന്റെ നെഞ്ചത്തോട് കയറുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ വേണ്ടേ? ഇങ്ങനെയുണ്ടോ മനുഷ്യര്? അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ അടങ്ങത്തോളം എന്ന് പറഞ്ഞാണ് കുറെ എണ്ണങ്ങൾ ജീവിക്കുന്നത്. എന്ത് ചേച്ചി, രേണു സുധി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ത്രീ ആ വീട്ടിൽ ജീവിച്ചോട്ടെ. പക്ഷേ ചേച്ചി, ഈ രേണു സുധി എന്ന് പറയുന്ന തരംഗം കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം, ഇതിൻ്റെയൊക്കെ തുടക്കം കണ്ടിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അതായത് രേണു സുധി തന്നെയാണേ പറയുന്നത്, എനിക്ക് വീട്ടിൽ നിൽക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ 2 പിള്ളേർ, പ്രത്യേകിച്ച് ഇളയ പയ്യൻ, അവൻ ഒറ്റയ്ക്കായി പോവുക വീട്ടിൽ, അതുകൊണ്ട് ഞാനങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ വേണമെങ്കിൽ വാടക വീട്ടിൽ പൊക്കോളാം. ഇത് രേണു സുധി തന്നെയാ പറയുന്നത്, മനസ്സിലായില്ലേ? അല്ലാതെ നാട്ടുകാരൊന്നും തുടക്കത്തില്ല രേണു നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, രേണു ഇറങ്ങണം എന്ന് പറഞ്ഞൊന്നും പുറകെ നടന്നിട്ടില്ല. ഇവരുടെ വായിൽ നിന്ന് വീഴുന്നത് തന്നെയാണ് പലപ്പോഴും ഇവൾക്ക് വിനയായിട്ട്, രേണു ചേച്ചിക്ക് വിനയായിട്ട് മാറുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ഈ ചേച്ചിയെ പോലുള്ള ആളുകൾ അതൊന്നും മനസ്സിലാക്കുക. പിടികിട്ടിയോ? പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, രേണുവിൻ്റെ ആവശ്യമാണ് അവർക്കുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. എന്നാലേ അവരെ 10 പേർ അറിയത്തുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിൽ വെച്ചിട്ട് ഒരു പാട്ട് പാടി, വസീകര. ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവർ നല്ലൊരു പാട്ടുകാരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവർ ആ സുധിച്ചേട്ടൻ്റെ മറ്റേ ഫോട്ടോയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് പാട്ട് പാടുന്ന വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതി ഇവർക്ക് പാട്ട് പാടാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ്. എന്നാൽ അവർക്ക് അങ്ങനെ അങ്ങ് പൊക്കൂടെ? ആർക്കെങ്കിലുമൊക്കെ നല്ല ഓഫേഴ്സ് അവർക്ക് കൊടുത്തൂടെ, സിനിമയിലോ ആൽബത്തിലോ ഒക്കെ? അതിന് പകരം അവർ ഷോർട്ട് ഫിലിം, ഓക്കെ, അവർ ചിലപ്പോൾ അഭിനയ കുലപതി ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അഭിനയം കണ്ടിട്ട്. എന്താണെങ്കിലും അവർ ജീവിച്ചോട്ടെ. പക്ഷെ അവർ ഈ ഓൺലൈൻ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുന്ന പല കാര്യങ്ങളും, അതാണ് വീണ്ടും ഞാൻ പറയുന്നത്, അതാണ് ഇവർക്ക് കുത്തായിട്ട് മാറുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അത് പിടികിട്ടിയില്ലേ? ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി. ഇപ്പം അധികം ആൾക്കാർ ഇവരെ ആഘോഷിക്കുന്നില്ല, തീർന്നു. ബിഗ് ബോസിന് തൊട്ട് മുമ്പ് വരെ രേണുവിനെ ആഘോഷിച്ച, ഡെയിലി ഞാൻ പറഞ്ഞല്ലോ ഊണിലും ഉറക്കത്തിലും ഒക്കെ രേണു.
2-3 കണ്ടന്റ് ഒക്കെയാണ് ഓരോ ദിവസവും ഇവർ നമുക്ക് തരുന്നത് ചെയ്യാനായിട്ട്. പിടികിട്ടിയില്ലേ? അതുപോലെ ഇവർ ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്നിട്ട് അങ്ങോട്ട് അവരാധിക്കും. അതൊന്ന് കഴിഞ്ഞു നിൽക്കുമായിരുന്നു. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പം അവരുടെ സംസാരത്തിൽ പോലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ഒരു നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പൊ അതേ വീണ്ടും പഴയ മോഡിലോട്ട് അവർ പോകുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാരെടുത്ത് വെച്ച് ഉടുക്കത്തില്ലയോ? ഇപ്പൊ ഷെഫീന, ബീവി, രേണുസുതി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ എന്തൊക്കെയോ വഴക്ക് നടക്കുക. നമ്മളൊന്നും അതിനകത്തോട്ട് പോയി ഇടപെടുന്നില്ല. പക്ഷെ ഇത് പല ചാനൽ വഴി നമ്മൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയും, ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു. നമ്മൾ കാണുമ്പോഴുള്ള രേണു ഇതാണ്. ഇടയ്ക്കൊരു മാറ്റം വന്നതായിരുന്നു. വീണ്ടും ഞാൻ പറയുന്നത്, ഇടയ്ക്ക് അവർക്ക് നല്ല മാറ്റം വന്നതായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അവരുടെ സംസാരത്തിൽ പോലും. പക്ഷെ ഇപ്പൊ വീണ്ടും അത് പോയി. ഇനി അവർ മനഃപൂർവ്വം അത് കളയുന്നതാണോ നമുക്ക് അറിയത്തില്ല. റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ട്, നല്ല റീച്ച്, ഇപ്പോഴും നല്ല റീച്ചിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവരെ ഡെയിലി അങ്ങോട്ട് മറ്റേ തലയ്ക്ക് പിടിച്ച് കാണും. ഈ സ്റ്റാർഡം, സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ച് കാണും. ഡെയിലി എന്നെ ആൾക്കാർ ആഘോഷിക്കണം, ഡെയിലി സോഷ്യൽ മീഡിയയിൽ രേണുസുതി എന്ന് തന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് ഇച്ചിരി നെഗറ്റീവേ നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെ. ഇനി വേറെ ഈ ഷെഫീന ബീവിയെ തന്നെ പറയുന്നതാന്ന് തോന്നുന്നു. 1-2 വീഡിയോ ക്ലിപ്പുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാവേ. എന്നിട്ട് ബാക്കി ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഇവരെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. ഇവരുടെ മറ്റേ സുഹൃത്ത്, നല്ല ഒന്നാന്തരം സുഹൃത്തെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോണ്ടിരിക്കുന്നവരൊക്കെ 2 ദിവസം കഴിയുമ്പോൾ മാറിയുന്നു. ശരിയാവത്തില്ല. അവള് എന്തോ എല്ലാവർക്കും ഒരു നെഗറ്റീവ് തോന്നുക ഈ സ്ത്രീയെ പറ്റി. മനസ്സിലായില്ലേ? അതിന്റെ മെയിൻ കാരണം ഇതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കത്തെ ഒരു കോർ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് അവർക്ക് റീച്ച്, നെഗറ്റീവ് പബ്ലിസിറ്റി, അതിലവർ ആനന്ദം കണ്ടെത്തി ആദ്യമേ തന്നെ. അതിൽ നിന്ന് അവർ നല്ലൊരു ഫെയിം ഉണ്ടാക്കി. മനസ്സിലായോ? നല്ല രീതിയിലൊരു ഫെയിം ഉണ്ടാക്കി. പക്ഷേ അതിൽ അവർക്കൊരു ക്വാളിറ്റി വന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ അവിടെ ജനങ്ങൾ അവരെ ആഘോഷിക്കുന്നില്ല ഒരു പരിധിയിൽ കൂടുതൽ. പല കമന്റ് ബോക്സുകളിലും പല ചേച്ചിമാരും ചേട്ടന്മാരും കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. രേണുവിന് നല്ല മാറ്റമുണ്ട്. രേണു ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാനതാ പറയുന്നത്, വീണ്ടും റിപ്പീറ്റേഷൻ. എന്നാലും ഞാൻ പറയുമോ, എനിക്കും തോന്നിയിട്ടുണ്ട് അവർ നല്ല രീതിയിൽ മാറിയെന്ന്. പക്ഷെ അവർ വീണ്ടും എന്താ പൈതയുവാന്നും പറഞ്ഞ് പഴയലോട്ട് പോവുക. എന്തിന്? വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ തെറി പറഞ്ഞുവെങ്കിൽ സ്ത്രീയെ നിങ്ങൾ കൊണ്ട് കേച്ചു കൊടുക്ക്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് വന്ന് ആടി ഒലഞ്ഞതേ വിളിച്ചു കൂന്നേക്കെ ഒന്ന് കേട്ടോ നിങ്ങൾ. ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. നിനക്ക് നാണമുണ്ടോടി? തേയിലക്കാട്ടിലെ പ്രത്യേക വർഗ്ഗമാണ് എന്റെ അപ്പൻ, പ്രത്യേക ജാതിയാണ്. എടി ഈ 2025-26 കാലഘട്ടത്തിൽ നിനക്ക് നാണമുണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട്? കള്ളി ബീവി, നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും. പക്ഷേ ഇല്ലേ, രേണുസുതിക്ക് ആരും വേണ്ടടി. ഒറ്റയ്ക്ക് നിന്ന് രേണുസുതി ഇവിടെ വരെ വന്നത്. പിന്നെ രേണുസുതി ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. രേണുസുതി ഒറ്റയ്ക്ക് പോരാടി വന്നൊരു വ്യക്തിയൊന്നുമല്ല. സുധി ആ ഒരു വ്യക്തിയല്ല, ആ ഒരു പേര് കൊണ്ട് മാത്രം ഇവിടെ വരെ എത്തിയ ഒരാളാണ് രേണു. മനസ്സിലായില്ലേ? ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ പടിവാതിൽ വരെ. അതിനകത്തോട്ട് കയറി ഒരു പാട്ടൊക്കെ പാടി. മനസ്സിലായില്ലേ? പിന്നെ അതിനകത്തുള്ള പല പരിപാടികളും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ നല്ല പോസിറ്റീവിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളുടെ ക്വാളിറ്റി, സംസാരം വരെ മാറിപ്പോയി. ഞാൻ ഒരുപാട് അതിശയിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? നല്ല രസമുണ്ട്. നല്ല രീതിയിൽ ഇവരെ ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ഇഷ്ടം തോന്നിയപ്പം ഇവരെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ആൾക്കാർ. ഓക്കെ, രേണു പാവം ജീവിച്ചോട്ടെ, ഇനാഗുറേഷനൊക്കെ ചെയ്ത് പിള്ളേരെയൊക്കെ നോക്കി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങ് വിട്ടു. തെറി പറച്ചിൽ നിർത്തി. പിടികിട്ടിയോ? ഒരുപാട് ആളുകളിലേക്ക് വീഡിയോകൾ പിന്നെ എത്താതെയായി. കാരണം അങ്ങോട്ട് നല്ല തെറി പറയാൻ ഒരുപാട് ആൾക്കാർ കാണും, നല്ലത് പറയാൻ ഒരുപാടൊന്നും എപ്പോഴും ആൾക്കാർ കാണത്തില്ലല്ലോ. ഏത് സത്യമല്ലേ ഞാൻ പറഞ്ഞേ? അതുകൊണ്ട് തന്നെ വീഡിയോകൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന അത്രയും വലിയ റീച്ചൊന്നും ഇവരുടെ പല വീഡിയോകൾക്കും പല ഓൺലൈൻ മീഡിയക്കാർ ചെന്നാലും അവരുടെ വീഡിയോകൾക്ക് ഇല്ല. അതൊക്കെ മനസ്സിലാക്കിയ രേണു നേരെ കളം മാറ്റിയതായിരിക്കാം. മാറ്റിക്കോ, എന്തും പറഞ്ഞോ. പക്ഷെ പണ്ട് തൊട്ടേ നിങ്ങൾ ഈ പറയുന്ന ഡയലോഗ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന പുഷ്പയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോളേനെ നാട്ടുകാർ പറയത്തുള്ളൂ. കാരണം എല്ലാവർക്കും അറിയാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയാം, നിങ്ങളെ വിമർശിക്കുന്നവർക്കും അറിയാം, തെറി പറയുന്ന എല്ലാ ടീമിനും അറിയാം. ഒറ്റയ്ക്കൊന്നും ചേച്ചിയുടെ കഴിവ് കൊണ്ട് കയറി വന്ന ആളൊന്നുമല്ല. ആ പേര് കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ നിങ്ങളെ തെറി പറഞ്ഞ ഷെഫീന ബീവി, ഞാൻ അവരെയും ഒരുപാട് ന്യായീകരിക്കുന്നില്ല. നമുക്ക് ന്യായീകരിക്കാൻ വകുപ്പില്ല. കാരണം അവർ നല്ല രീതിയിൽ തെറി പറയുന്ന ഒരാളാണ്. മാന്യമായിട്ട് രേണുവിനെ അങ്ങ് വിമർശിക്കാം. പക്ഷെ ഒരു തെറിയുടെ മയത്തോടെ വീട്ടിലിരിക്കുന്നവരെയും തെറി പറഞ്ഞു വരുമ്പോഴത്തേക്ക് രേണു എന്നല്ല ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് പോകും.
പക്ഷെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ചില ആളുകൾ വന്നിട്ട് പറയും അവളുടെ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ പറയത്തില്ലേടാ, നീ ആണെങ്കിൽ പറയത്തില്ലടാ, ഞാനാണെങ്കിൽ പറയും. പക്ഷെ രേണുവിന്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ ഒരു പോയിന്റ്, ഇപ്പൊ നിൽക്കുന്ന ഒരു പോയിന്റ്, അത് എവിടെയാണെന്ന് രേണു മനസ്സിലാക്കണം. ബിഗ് ബോസിൽ പോകുന്നവരെ ഉള്ള ആളല്ല ഇപ്പോൾ. അതിനുശേഷം ഇറങ്ങിയപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലേക്ക് മാറിയ ഒരാളാണ്. ആ ആള് വേറൊരാൾ തെറി പറഞ്ഞെന്ന് പറഞ്ഞ് നേരെ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി പോവല്ല വേണ്ടത്. രേണുവിലുള്ള ആ ഒരു ക്വാളിറ്റി, ഇടയ്ക്ക് നമ്മൾ കണ്ട ആ ഒരു ക്വാളിറ്റി നിന്ന് സംസാരിക്കണമായിരുന്നു, മറുപടി കൊടുക്കണമായിരുന്നു. പക്ഷെ രേണു അവിടെ അതല്ല ചെയ്തത്. രേണു പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും കുച്ചറ ആ നാട്ടുകാരെന്നെ സെലിബ്രേറ്റ് ചെയ്യട്ടെ, എന്തായാലും എന്നെ ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ വീഡിയോയ്ക്കൊന്നും വലിയ റീച്ചില്ല, അതുകൊണ്ട് എന്തായാലും എന്ത് അവൾ വന്നിട്ടുണ്ട്, ഇനി അവളെ 2 വച്ച തെറി പറയാം, അപ്പോൾ എനിക്ക് വീണ്ടും നെഗറ്റീവ് റീച്ചിലൂടെ ഞാൻ അങ്ങോട്ട് സിക്സർ അടിക്കും. ആ ഒരു മോഡി രേണു കളിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയത്. ആ ഒരു മോഡിലാണ് ചേച്ചി കളിക്കാൻ ഇറങ്ങിയെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല രേണു ചേച്ചി, അത് വേറൊരു കാര്യം. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി വേറെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ? ഇവിടെ ഈ ഒരു ഫോട്ടോ, അതിനകത്ത് നടുക്ക് നിൽക്കുന്ന ആ ചേച്ചിയെ കണ്ടല്ലോ, ഒരു പച്ച മറ്റേ വരയൊക്കെ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ടൊരു ചേച്ചി, രേണുവിന്റെ കൂട്ടുകാരിയാന്ന് തോന്നുന്നു. ഈ കൂട്ടുകാരി ഇനി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഇതൊന്ന് നിങ്ങൾ കേട്ടോ. രേണുവിനെ എനിക്ക് ഇതുവരെയും ഞാൻ കണ്ടതിൽ വെച്ച് ഇതുവരെയും രേണുവിനെ പറ്റി എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് രേണുവിനെ പറ്റി ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇനി ഞാൻ അതുകൊണ്ട് ഞാൻ പറയാം, ഇനി മുതൽ എന്റെ ചാനലിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ വരില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് എന്റെ ചാനലിലൂടെ വേറെ എന്തിലൂടെയും രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രേണുവിന്റെ കൂട്ടുകാരിയാന്ന് തോന്നുന്നു, അവർ തന്നെ പറയുന്ന കേട്ടല്ലോ. ഇനിയും കൂടുതലൊന്നും വേണ്ടല്ലോ, ഇനി രേണുവിനെ ഇങ്ങനെ പൊക്കാനായിട്ട് ഇനിയും ഒരു സൈഡിൽ കൂടെ നടക്കും. എടോ ഞാനും പറയുന്നു, നിങ്ങൾ പറയുന്ന കണക്ക് ആ സ്ത്രീയുടെ പുറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കാൻ താല്പര്യം ആർക്കും ഉണ്ടാവത്തില്ല, എനിക്കും തരുമില്ല. പക്ഷെ ഇപ്പൊ ഇവര് തന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കി തരുക, നമ്മൾ ഇവരെ വല്ലതും പറയാനായിട്ട് ഇവർ നിന്ന് തരുക. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവരുടെ ആ ഒരു സാധനം വെച്ച് ഇവർക്ക് ഇപ്പം മോഹൻലാലുമായിട്ടൊന്നും താരതമ്യം ചെയ്യുമല്ലേ എൻ്റെ പൊന്നു മക്കളെ, ഇനി അങ്ങനെ ഒന്നും വിചാരിച്ചേക്കല്ലേ. അതിൻ്റെ ഒന്നും ഒരു 100 കിലോമീറ്റർ അടുത്ത് പോലും കൊണ്ട് നമുക്ക് നിർത്തി താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഒരു സ്റ്റാറാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. പുള്ളിയെ കുറേ പേര് വന്നങ്ങോട്ട് കുഞ്ഞാ തെറി വിളിക്കുകയെന്ന് വിചാരിച്ചോ, പുള്ളി എന്തായിരിക്കും ചെയ്യുന്നത്? പൊടമൊന്നെ ഇത്രേ ഉള്ളൂ. അല്ലാതെ മുണ്ടും മടക്കി കുത്തി സിനിമയിലൊക്കെ കാണുന്ന ഇറങ്ങി മറ്റേ അവൻ്റെ വീട്ടിൽ ചെന്ന് ഇടിച്ച് തെറിയും പറഞ്ഞ് അങ്ങനെയാണോ? അല്ല. കാരണം പുള്ളിക്ക് ആ ഒരു ക്വാളിറ്റി ഓഫ് ലിവിങ് ഉണ്ട് പുള്ളിക്ക്, മനസ്സിലായില്ലേ? ഞാൻ രേണുവിൻ്റെ കേസിൽ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, അവരും ഒരു ചേഞ്ച് വന്നൊരു സ്ത്രീയാണ്. അത് അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ ഒരു ബോധം അവർക്കുണ്ടെങ്കിൽ അവരിപ്പം ഈ പരിപാടി കൊണ്ട് ഇറങ്ങത്തില്ല. അങ്ങോട്ട് ചാടി ഇറങ്ങി അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചേത് പറഞ്ഞ് എന്തിനാടി, അല്ല എന്തിനാ ചേച്ചി എന്തിനാ ചേച്ചി, അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കാണും, താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ രേണുവിൻ്റെ കാര്യം പണ്ടേ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ടേ ഞാൻ പറയുമായിരുന്നു, ഇവർക്ക് അത്ര വിവരമില്ല. പിടികിട്ടിയോ? ബിഗ് ബോസിൽ എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആരൊക്കെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എവിടുന്നോ വിവരം വന്നിട്ടോ ആണെന്ന് തോന്നുന്നു. പക്ഷേ സ്വന്തമായിട്ടൊക്കെ ഇച്ചിരി വിവരം വന്നാൽ പിന്നെയും വിവരദോഷ പരിപാടികൾ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ആ ഒരു ക്വാളിറ്റി പിടിച്ചത്. ഇപ്പോൾ ഒരു ബോധം ഇല്ലാതെ അവർ ചില മീഡിയക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേട്ടോ, ഇത്രേ ഉള്ളൂ, കൂടുതൽ ഞാൻ വെറുപ്പിക്കത്തില്ല. ഇതും കൂടെ ഒന്ന് കേട്ടെ. ക്രിസ്മസിന് വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. ക്രിസ്മസിന് എന്താ അടിക്കണ്ടേ? എന്തെങ്കിലും അടിക്കാം. ഫേവറേറ്റ് എന്താണ്? എന്തായിരിക്കും എന്നെ കണ്ടിട്ട്? മാജിക് മൊമെന്റ്. ഇതൊക്കെ അറിയാം. ആണോ? അറിയാവോ? അപ്പൊ മാജിക് മൊമെന്റ് ആണോ? അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും കഴിക്കത്തില്ല. വല്ലപ്പോഴും കേട്ടോ. മതി രേണു സുധി, നിങ്ങൾ മാജിക് മൊമെന്റ്സ് അടിക്കുവോ, നിങ്ങൾ അബ്സല്യൂട്ട് അടിക്കുവോ, നിങ്ങൾ ജാക്ക് ഡാനിയൽ അടിക്കുവോ, റെഡ് ലേബൽ അടിക്കുവോ, ഏതാന്ന് വെച്ചാൽ നിങ്ങൾ അടിക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ അധ്വാനിക്കുന്നു, കാശുണ്ടാക്കുന്നു, നിങ്ങൾ മേടിക്കുന്നു, നിങ്ങൾ അടിക്കുന്നു. ഒരുത്തനും അതിനകത്ത് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? ഒരുത്തനും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് മദ്യപിക്കുന്ന ഇപ്പം ആരോടാണെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു വ്യക്തി ശോചനീയം പറഞ്ഞ് വന്ന് 500 രൂപ ഇല്ലായിരുന്നു, അങ്ങനെ ഇല്ലായിരുന്നു, മറ്റേതില്ലായിരുന്നു, മറിച്ചേതില്ലായിരുന്നു എന്നും പറഞ്ഞ് വന്നിരുന്നിട്ട് ഇപ്പോൾ എന്തോ ഒന്ന് ആയപ്പോഴത്തേക്ക് ഈ അടി തുടങ്ങിയില്ലേന്ന് കുറേ ആൾക്കാർ ചോദിക്കും. പോടാവില്ലേന്ന് പറയാം, മനസ്സിലായില്ലേ? അതിനകത്തൊന്നും ഞാൻ യോജിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. പക്ഷേ ഒരൊറ്റ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ നടൻ അടിച്ച് ഫിറ്റായിട്ട് വണ്ടി കൊണ്ടിടിപ്പിച്ചു. ഈ ഒരു കേസിനെ പറ്റി രേണുവിനോട് ആരെങ്കിലും ചോദിച്ചിട്ട് രേണു സംസാരിക്കുമ്പോൾ രേണുവിന് പറയാം,
അവൻ എന്ത് പരിപാടിയാണ് കാണിച്ച അയ്യേ നമ്മളും ഒക്കെ അടിക്കുന്നതാ, പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ കാണിക്കത്തില്ല. ആ ഒരു രീതിയിൽ രേണുവിന് വേണമെങ്കിൽ പറയാം, ഞാനും വല്ലപ്പോഴും 2 കഴിക്കുന്ന ആളാണ്. പക്ഷെ അതല്ലാതെ ഒരു മീഡിയക്കാരെ വന്നിട്ട് രേണു ക്രിസ്മസിന് എങ്ങനെ 2 അടിക്കും, പിന്നെ ഞാൻ അടിക്കുമല്ലോ എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതത്ര നല്ല. അതിൻ്റെ ആവശ്യം എന്താ രേണു? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പിടികിട്ടിയില്ലേ? നിങ്ങൾ അടിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യം നിങ്ങൾക്കില്ല. നമ്മൾ പോലും പലരെയും എടുത്ത് വിമർശിക്കാറുണ്ട്. ഈ കള്ളു കുടിച്ചിട്ട് കഴിഞ്ഞ ദിവസം അവനെ പോലും നമ്മളെടുത്ത് വലിച്ചു കയറി. ആ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അയ്യേ ഇവനെന്താ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം, നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ, വീട്ടിൽ ഇരിക്കും, അങ്ങനെ പറയും. അല്ലാതെ ഒരു വീഡിയോയിൽ പോലും ഞാൻ അടിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കാറില്ല. അതിൻ്റെ ആവശ്യം എന്താ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രേണു ഒന്ന് നോക്കിയാൽ രേണുവിന് തന്നെ കൊള്ളാം. എനിക്ക് അത്രയേ പറയാനുള്ളൂ. രേണുവിൻ്റെ നാക്കാണ് പലപ്പോഴും രേണുവിന് പണിയായിട്ടുള്ളത്. ഓക്കെ, ഇത് അറിയാതെയൊക്കെയാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ പറയണത് മറ്റേ നെഗറ്റീവ് റീച്ച്, വീണ്ടും ജനങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രേണുവിനെ സെലിബ്രേറ്റ് ചെയ്യണം, തെറി പറയണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പരിപാടിക്ക് വീണ്ടും ഇറങ്ങിയെങ്കിൽ നമുക്കൊന്നും പറയാനില്ലടേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.